ഹലോ, അസ്സലാമു അലൈക്കും. സുഖമല്ല എല്ലാവർക്കും. ഇന്നിപ്പോൾ രാവിലെ ആമിക്ക് സ്കൂളിലയക്കാൻ വേണ്ടി ഇഡ്ഡലിയും ചട്നിയും കൊടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഇഡ്ഡലി ഇവിടെയാണ് 2 ട്രിപ്പ് ഇഡ്ഡലി ചുടുമ്പോഴേക്കും തന്നെ ഗ്യാസ് തീർന്നു. ഇഡ്ഡലിക്ക് സാമ്പാറുണ്ടെങ്കിൽ ആമിക്ക് ഇഷ്ടപ്പെടലുള്ളൂ. ഇന്നിപ്പോൾ സാമ്പാറൊന്നും ആക്കിയിട്ടില്ല. ചട്നി കൊടുത്തയച്ച് പിന്നെ അത് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി അവൾ സ്കൂളിലേക്ക് അയച്ചു. അവൾ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവന് സ്വെറ്റർ ഇട്ടിട്ടില്ല എന്ന് ഓർമ്മ വരുന്നു. തിരിച്ചു വന്നിട്ട് സ്വെറ്റർ ഇട്ടിട്ട് പോയി. കുറച്ചധികം തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. അങ്ങനെ പോയി കഴിഞ്ഞ് പിന്നെ ഗ്യാസ് തീർന്നില്ല. ഞാൻ വേഗം ഒരു 2 ദോശയും ചായയെല്ലാം കുടിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഗ്യാസ് തീർന്നു. സാധാരണ ഇവിടെ ഗ്യാസ് തീർന്നാൽ ഒന്നുകിൽ റോഡിൽ നിന്നാൽ പുറത്തോട്ട് പോകുന്ന വണ്ടികൾ ഉണ്ടാവും, പറഞ്ഞാൽ കിട്ടും. അല്ലെങ്കിൽ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ 1/2 മണിക്കൂർ കൊണ്ട് കിട്ടും. ഇത് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല. എന്തായാലും ഉച്ചയായി ഗ്യാസ് കിട്ടാൻ. ഏകദേശം 12:30 കഴിഞ്ഞ്. അപ്പോൾ എനിക്ക് 2-3 ദിവസമായി തരീൻ്റെ പുട്ട് തിന്നതിന് ഭയങ്കര ആഗ്രഹം. ചെറുതിലേ ഉമ്മയെല്ലാം ഇങ്ങനെ ചുട്ട് തന്നിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ ചുടുന്ന ടേസ്റ്റൊന്നും ഇപ്പം എൻ്റെ പുട്ടിന് കിട്ടലില്ല. പഞ്ചസാരയും പഴം കൂട്ടി തിന്നാലേ അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടലുള്ളൂ. കറി കൂട്ടിയിട്ട് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അത് പഞ്ചസാര കൂട്ടി തിന്നുന്നതുകൊണ്ട് തന്നെ ഇപ്പം അധികം കഴിക്കലും ഇല്ല തരിപ്പുട്ട്. കുറച്ച് ഷുഗറെല്ലാം ഉണ്ട് അതുകൊണ്ട്. പക്ഷെ ഇന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഞാനെന്ത് ചെയ്ത് തരി ഒന്ന് വറുത്തെടുത്ത് തരിപ്പുട്ട് ഇവിടെയാണ്. ഇതെങ്ങനെ ചൂണ്ട വെച്ചാൽ അതിൻ്റെ ഇടയിൽ മിക്ക വന്ന് സംസാരിച്ചപ്പോൾ എന്തോ ആയിട്ടാ. തരി ഒന്ന് വറുത്തിട്ട് 2-3 മിനിറ്റ് വറുത്തെടുക്കുക. പിന്നെ നന്നായി ഉപ്പുവെള്ളത്തിൽ കുഴച്ചൊരു 5 മിനിറ്റ് വെച്ച് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് ആദ്യം ഒന്ന് ഇത് ആവി കയറ്റി എടുക്കണം കേട്ടോ. വെറുതെ തേങ്ങ ഒന്നും ഇടാണ്ട് ആവി കയറ്റി എടുക്കണം. ഒരു 5 മിനിറ്റ് ആവി കയറ്റി എടുക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് തേങ്ങ കുഴക്കുന്നതിൽ ഇട്ടിട്ട് ഒന്ന് കുഴച്ചിട്ട് പിന്നെ തേങ്ങയും ഈ തരിയും മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് പുട്ട് ചുട്ടെടുത്താൽ നല്ല ടേസ്റ്റ് പുട്ടാണ് കേട്ടോ. തരിപ്പുട്ട് ചുടാത്തവരുണ്ടെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, അഭിപ്രായം അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേ. ആദ്യം കുറച്ച് ലൈക്കും കമൻറ്റെല്ലാം ഉണ്ടെങ്കിലല്ലേ ഒരു വീഡിയോക്ക് ഒരു പവർ വരുള്ളൂ. പുഷ് ചെയ്യാൻ ആൾക്കാർ വേണം, എന്നാലേ വീഡിയോ എല്ലാം എടുത്തിട്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇൻഷാ അല്ലാഹ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പുട്ടെല്ലാം ഇതുപോലെ ട്രൈ ചെയ്ത് നോക്ക്, കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്ക്. ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരെ.